അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആദ്യമായിട്ട് ഏകദേശം ഒരു 15 വർഷത്തിന് ശേഷവും ഈ ഒരു മദ്രസേൻ്റെ ഈ ഒരു നബിദിന പരിപാടിയിൽ എൻ്റെ ശരീരത്തിനോ എൻ്റെ മനസ്സിനോ എൻ്റെ ആരോഗ്യത്തിനോ ഒരു ഇടങ്ങേറ് പോലും ഇല്ലാതെ എന്നോട് എത്തിച്ച എൻ്റെ പടച്ചവനോട് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം പറയാണ്. അവർ സ്നേഹം അറിയിക്കുകയാണ്. ഒപ്പം പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദ്മാർക്കും മഹല്ലിലെ ഭാരവാഹികൾക്കും ഈ ഒരു അവസരം തന്നതിന് ഞാൻ എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പാട്ടാണോ കഥാപ്രസംഗമാണോ അല്ലെങ്കിൽ ട്രെയിനിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്ന് പറയാൻ വയ്യ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു 10 മിനിറ്റേക്ക് നമുക്ക് നോക്കി നോക്കാം എന്താ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഏതൊരു പരിപാടിക്കും നമ്മൾ നിൽക്കുമ്പോഴും നമുക്ക് എന്തുണ്ട്, നിയത്തുണ്ട് അല്ലേ? ഏതൊരു നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ നിയത്ത് കൊടുക്കണേ നമ്മൾ നിൽക്കണം, ശരിയല്ലേ? ഇപ്പോൾ റബീഉൽ അവ്വലിൻ്റെ പരിപാടി ഇന്നലെ 12 കഴിഞ്ഞിട്ട് 13 ആക്കിയത് കൊണ്ടല്ലേ നിങ്ങൾ ഈ സമയം നോക്കിയിട്ട് ഇവിടെ എത്തിയത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സത്യം പറഞ്ഞ എന്തിനാണ് വന്നത്? ചിലരെങ്ങനെ ഉണ്ടാവും അറിയോ? മക്കളുടെ പരിപാടി കാണുമ്പോൾ അതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടും അല്ലേ, അതിൽ ലയിക്കാൻ വേണ്ടിയിട്ടും വന്നവരുണ്ടാവാം. പേരക്കുട്ടികളുടെ പരിപാടിക്കായിട്ട് വന്നവരുണ്ടാവാം. ചിലപ്പോൾ കമ്മിറ്റിക്കാരായതുകൊണ്ട് വന്നിട്ടുണ്ടാവാം, പൂർവ്വ വിദ്യാർത്ഥികളായതുകൊണ്ട് വന്നിട്ടുണ്ടാവാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയം അല്ലെ, അള്ളാഹ് തന്ന ആഫിയത്തിൻ്റെ ഇതേ സമയം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇരുത്തത്തിനെ നമുക്കൊരു ഇബാദത്താക്കാൻ പറ്റുമോ നോക്കുക. എങ്ങനെ ഇബാദത്താക്കാൻ പറ്റുക? അതിൻ്റെ അപ്പുറത്തൊരു റെലമിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹ് ബഹുമാനിച്ച, അള്ളാഹ് സ്നേഹിച്ച, അള്ളാഹ് ഈ ലോകത്തിന് ശമനമായിട്ട് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച പ്രവാചകന്റെ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന്റെ ജന്മദിനത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിലേക്ക് പങ്കെടുക്കാനാന്നുള്ള ഇൻറ്റൻഷൻ കൂടി വരുമ്പോൾ മക്കളുടെ പാട്ട് കേട്ടിട്ട് നമ്മളിങ്ങനെ അല്ലേ, നമ്മുടെ ശ്രവണപുടത്തിലൂടെ പാട്ടുകൾ ഇങ്ങനെ അലയടിക്കുമ്പോൾ ഞാൻ പറയുന്നു നമ്മൾ ദുനിയാവിലെത്തിയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അതേ പാട്ടിൽ പറയുന്ന മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിനെ കുറിച്ചിട്ടാണല്ലോ പടച്ചോൻ പാടുന്നത് അല്ലേ? നമ്മൾ എത്രയോ മക്കൾ നേരത്തെ മുത്തുക്ക പാടിയില്ലേ, അള്ളാഹുവിൻ്റെ അദാബ് വന്നിട്ട് നിങ്ങൾ അള്ളാഹിനെ ആലോചിക്കില്ലേ? എനിക്ക് പറയാനുള്ളത് അതാ, അള്ളാഹുവിൻ്റെ അദാബ് എത്തുന്നതിന് മുമ്പ് നമുക്ക് പടച്ചോനെ സ്നേഹിക്കാൻ പറ്റുമോ നോക്കുക അല്ലേ? വരികളിലൂടെ പറയുന്ന റസൂലിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ ആളുകൾ പാട്ടും നമുക്ക് ചിന്തിക്കായിരുന്നു, എത്രയോ ആളുകൾ എങ്ങനെ പാട്ടാക്കാൻ പറ്റുക അല്ലേ? ആ വരികളിലൂടെ നമ്മുടെ കാതിലിങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിലൂടെ മുത്ത് നബി വന്നിരുന്നെങ്കിൽ നമുക്കത് ഇബാദത്താക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് നോക്കാം, ഞാൻ ചിലപ്പോൾ ഇവിടെ 4 വരികളൊക്കെ പാടുന്നുണ്ടാവും. അതിൻ്റെ ലയനത്തിൻ്റെ അപ്പുറത്തേക്ക് അതിൽ നമുക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ആ ഒരൊറ്റ ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു, ഞാൻ സലാം പറയട്ടെ. ഈ ഒരു പാട്ട് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട താജുദ്ദീൻ ഉസ്താദിൻ്റെ ഡയറിയിൽ നിന്നും റിയാസിനായിട്ട് തന്നൊരു പാട്ടാണെന്നുള്ളതും കൂടി ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പാട്ടിൽ നിങ്ങൾ വേണ്ട, പാട്ടിൻ്റെ വരിയിലൂടെ ഒന്ന് പോകാൻ പറ്റും നോക്കുക അല്ലേ? ശ്രവണപുടത്തിലൂടെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ പാട്ട് എന്തായാലും കേൾക്കും. അതിൽ റസൂലുള്ള കൽബിലേക്ക് വരുന്നുണ്ടോ, അതിന് നമ്മൾ പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി മനസ്സിനോട് ചോദിക്കുക. റസൂലേ സലാം, ഹബീബേ സലാം, ഖൈറുൽ വറായ ബശീറേ സലാം. റസൂലേ സലാം, ഹബീബേ സലാം, ഖൈറുൽ വറായ ബശീറേ സലാം. റസൂലേ സലാം, ഹബീബേ സലാം, ഖൈറുൽ വറായ ബശീറേ സലാം. ഇപ്പോഴും റിയാസല്ലേ സലാം പറഞ്ഞോളൂ, സലാം പറഞ്ഞോളൂ. സദസ്സ് സലാം പറഞ്ഞില്ലല്ലോ. നോക്കി നോക്കുക, എല്ലാവർക്കും ഒരുമിച്ച് നോക്കി നോക്കുക. അസ്സലാത്തു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഒരുമിച്ച് പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും ഒപ്പം വേണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബ
എല്ലാവരും അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. റസൂലുള്ളാഹിനെ പറഞ്ഞ് നമുക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ചെറിയൊരു കഥയിലൂടെ കുറച്ച് നേരം 2 മിനിറ്റ് പോവാം. ഒരിക്കലും ഒരു മഹാനായിട്ടുള്ളൊരു രാജാവും മന്ത്രിയും പാടെ തൻ്റെ രാജ്യത്തേക്ക് ഇറങ്ങുകയാണ്. രാജ്യത്തേക്ക് ഇറങ്ങിയ സമയത്ത് അതിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ഒരു അടിമേനെ കാണുന്നുണ്ട്. ഭയങ്കര കഷ്ടതയിലാണ്. രാജാവ് നല്ലൊരു രാജാവായതുകൊണ്ട് തന്നെ ആ അടിമേനെ സ്വന്തം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവനക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ഭക്ഷണം, വസ്ത്രം, ചികിത്സ എല്ലാം കൊടുത്തിട്ട് അവനെങ്ങനെ പരിപാലിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ തൊട്ടടുത്ത രാജ്യത്തു നിന്ന് ഒരു മഹാനായിട്ടുള്ള വ്യക്തി ഈ രാജാവിനെ കാണാൻ വന്നപ്പോൾ ആ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടായിട്ടാണ് വരുന്നത്. ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടായിട്ട് വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യന്മാർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കിട്ടുമ്പോൾ എന്ത് ചെയ്യും അല്ലേ? അതിലേക്ക് നമ്മൾ ആദ്യം അപ്രോച്ച് ചെയ്യും. ഇവിടെ ഈ നല്ലവനായിട്ടുള്ള രാജാവ് എന്ത് ചെയ്തില്ല? ആ പഴം സ്വന്തം കഴിച്ചില്ല. പഴയതുപോലെ തന്നെ ആ അടിമക്ക് കൊടുത്തു. അടിമ അത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുമ്പോൾ ആദ്യത്തെ പീസ് അടിമക്ക് കൊടുത്തു, രണ്ടാമത്തെ പീസ് അടിമക്ക് കൊടുത്ത്, മൂന്നാമത്തതും കൊടുത്തു. അപ്പോൾ നാലാമത്തെ ഇങ്ങനെ എത്തിയുമ്പോൾ രാജാവ് ഇങ്ങനെ ചിന്തിച്ചു, ഇത്രയും പോഷകമാക്കപ്പെട്ടതല്ലേ, ഞാനൊന്ന് കഴിച്ചോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ വായിലേക്ക് വെച്ചതേ ഓർമ്മയുള്ളൂ. അദ്ദേഹം ഓടിപ്പോയിട്ട് ഒമിറ്റ് ചെയ്യാൻ ഛർദിക്കുകയാണ്. തിരിച്ചു വന്നിട്ട് ഒറ്റ ചോദ്യ അന്ന് ഇത്രയേറെ ഞാൻ ഇങ്ങനൊക്കെ കൊണ്ടുനടന്നിട്ടും എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് താഴ്ന്ന സ്വരത്തിൽ അടിമ പറയുന്നുണ്ട്, ഇന്നെ കണ്ടത് മുതൽ എനിക്കുള്ളതെല്ലാം തന്ന അങ്ങ്, എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് തന്ന്, അങ്ങ് പോലെ അറിയാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അതിനെ എതിർത്താൽ നന്ദികേടാവില്ലേ രാജാവ് എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ കണ്ണ് നിറയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിരിക്കാനുള്ള ആഫിയത്ത് തന്നില്ലേ? തന്നിട്ടില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എനിക്ക് തന്നെൻ്റെ പടച്ചോനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയട്ടെ ഞാൻ നിൽക്കണേ. നിങ്ങൾ നിസ്കരിക്കണ്ടോ എന്ന് നോക്കിയിട്ടാണോ പടച്ചോങ്ങൾക്ക് ഹയർ തരുന്നത്? നിങ്ങൾക്ക് അമാനത്തായിട്ട് തന്ന മക്കള് നിങ്ങൾ ജനിച്ചത് മുതൽ 7ാം വയസ്സിൽ തുടങ്ങി 10 വയസ്സായി കഴിഞ്ഞാൽ അടിക്കണമെന്ന് പഠിപ്പിച്ച പോലെ ജീവിച്ചിട്ടാണോ നമുക്ക് ഈ കണ്ടതൊക്കെ തന്നെ? ആ റബ്ബിനെ നമ്മൾ മറക്കാൻ പാടില്ല. ഈ നബിദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും വലിയ ടേക്ക് അവേ ആണ് ആ റസൂലിനെ നമ്മൾ മറക്കാൻ പാടില്ല. ആ അള്ള ബഹുമാനിച്ച അള്ള എന്ന സ്നേഹത്തിന് റസൂലുള്ള എന്ന നൂറിലൂടെ അല്ലാതെ നമുക്ക് കടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇപ്പോൾ ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ പറഞ്ഞുതരാം? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, പറ്റൂല. എങ്കിലും നമുക്ക് നോക്കി നോക്കുക, വരികളിലൂടെ തന്നെ പോയി നോക്കുക. പാട്ടല്ലേ? ആ പുഞ്ചിരിക്കെന്തൊരു ചേല, ആ ചേലി കാണാൻ എന്ത് ഹാല, ആ ഹാല് പറയാനറിയില്ല, അത് മധുരത്തെ വർണ്ണിക്കും പോല. ആ പുഞ്ചിരിക്കെന്തൊരു ചേല, ആ ചേലി കാണാൻ എന്ത് ഹാല, ആ ഹാല് പറയാനറിയില്ല, അത് മധുരത്തെ വർണ്ണിക്കും പോല. ഇല്ല ഈ നെഞ്ചിനകത്ത് എൻ്റെ മൗലയല്ലാത്തൊരു മുത്ത്, ആര് വന്നാലും പുറത്ത് ഈ നെഞ്ചിനകത്ത്. റസൂലുണ്ടോ? അല്ല ഉണ്ടോ? ഒന്നുകൂടി നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ചോദിക്കാം. അവിടെ ഒന്നും റസൂലുള്ളാഹിനെ പറഞ്ഞെത്തുന്നില്ല. ഉപമിക്കാൻ പറ്റാത്തൊരത്ഭുതമേ, ഉപകാരമായി മാത്രം വന്ന മീമേ, ഉപദേശമോ സലാമിൻ കലാമേ, ഉപലോകവും വാഴ്ത്തും നബി കരീമേ, അലാ സയ്യിദിന വസാഹിബിൽ മദീന. അങ്ങനെ എങ്ങനെ ചന്ദ്രനോടുപമിക്കും, തിങ്കളിൻ ചന്തവും തങ്ങളല്ലേ, അങ്ങകലെ കത്തി നിൽക്കുന്ന സൂര്യനും അവിടത്തെ നൂറിൻ ഒരൽപ്പമല്ലേ. ചന്ദ്രനോട് അങ്ങോട്ട് അടുത്തെച്ചാലും പറ്റുന്നില്ല, സൂര്യനോട് അടുത്തെച്ചാലും പറ്റുന്നില്ല. കാരണം ലോകത്തിന് ശമനമല്ല റസൂലുള്ളാഹ്, ലോകത്തിന് ശമനമല്ല റസൂലുള്ളാഹ്. ആ തുപ്പല് പോലും, ആ ഒരു തലോടൽ പോലും ശമനമായിരുന്നില്ലേ? നമ്മുടെ കൽബിലെ റസൂലുള്ളാഹ് ഉണ്ടോ? അതോ ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളാണോ?
പൊന്തിയില്ലേ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ രാത്രിയും പകലൊന്നുമില്ലാതെ വലിയ ഫ്ലക്സ് ബോർഡുകൾ ഉയരുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തില്ല. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ ആക്ട്രസിനെ നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ രോമാഞ്ചം വരുന്നുണ്ടെങ്കിൽ അല്ലാ എന്ന നാമം കേൾക്കുമ്പോൾ നമ്മുടെ കൽബിൽ ഒരു അനക്കമില്ലെങ്കിൽ പ്രിയപ്പെട്ട മുസ്ലിമെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും പറയില്ലേ, എല്ലാവരും പറയും ഞാൻ എൻ്റെ ഔദാര്യത്തിൽ ഞാനാണ് നിങ്ങളെ നോക്കണേ, നിങ്ങളെ പരിപാലിക്കുന്നത് ഞാനെന്ന് പറഞ്ഞ നിങ്ങളെ ഞാൻ ഓപ്പൺ ചലഞ്ചിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, അള്ളാന്റെ നൂറില്ലാത്ത ഒരൊറ്റ ഒബ്ജക്റ്റ് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? റിയാസ് ഈ പരിപാടി നിർത്തും, ഇനി ഒരു വേദിയിൽ ഞാൻ ചെല്ലൂല. ഇതൊക്കെ നമുക്ക് അറിയായിട്ടൊന്നല്ല പള്ളീന്റെ മിനാരത്തിൽ നിന്ന് അല്ലെ എന്താ അർത്ഥം? മനുഷ്യന്മാരെ നിസ്കാരത്തിലേക്ക് വരും. അപ്പൊ നമ്മൾ എന്താ ചെല്ലല്? കൂവത്ത് എന്ന് പറഞ്ഞ നമ്മൾ പഠിക്കാൻ മറന്നുപോയി. കൂവത്ത് എന്ന് പറഞ്ഞ ശക്തി അല്ലെ. ഹയ്യാലെ സ്വലാം ഇങ്ങനെ കേൾക്കുമ്പോ പടച്ചോനെ നിസ്കാരത്തിലേക്ക് വരണമെങ്കിൽ ഇന്റെ റബ്ബന് ഈ കാലെടുത്തിട്ട് ഇങ്ങോട്ട് വെക്കണമെങ്കിൽ ഇന്റെ റബ്ബ് തന്ന കൂവത്തിലാണ് എങ്ങനെ പടച്ചോനെ ഞാൻ വരിക? അതുകൊണ്ട് ആ കൂവത്തിന് എനിക്ക് തന്ന റബ്ബിനെ നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷെ കൽബില് ആ ഒരു തോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്, ചിന്ത വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും നല്ല പെർഫെക്ഷൻ നോക്കിയിട്ട് പോകുന്നവരാ, അങ്ങനെ ആവുമ്പോൾ അല്ലെ ഒരു കാര്യം തുടങ്ങണമെങ്കിൽ എല്ലാ സമയം നന്നാവണം, കാലം നന്നാവണം, എല്ലാവരും നന്നാക്കണം. പക്ഷെ നമ്മുടെ 1400 വർഷം മുമ്പേ നമ്മളെ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചില്ലേ, ഒന്ന് മുൻപേ ദേഷ്യം പിടിക്കുന്ന ഉമറിനൊന്ന് ചേർത്ത് പിടിച്ചപ്പോ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായിട്ട് ഉമർ ബിനുൽ ഖത്താബ് മാറിയില്ലേ? ആ ഉമർ പറഞ്ഞില്ലേ, അല്ലെ ഞാൻ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടില് ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടി മരണപ്പെട്ടു പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്നിട്ട് ഞാൻ അതിന് ഉത്തരം പറയേണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ചോദിക്കി. കറുകറുത്ത ബിലാലിനെ അങ്ങ് ചേർത്ത് പിടിച്ചേക്കുമ്പോ 1400 വർഷം മുമ്പേ ആ പ്രവാചകന് വർണ്ണ വിവേചനത്തിനെതിരെ ആ പ്രവാചകന് ശബ്ദിച്ചെങ്കിൽ നമുക്ക് മാതൃകയാക്കാം. ഒരു ഉപ്പ എന്നോളം നമുക്ക് മാതൃകയാക്കാം, ഒരു മകൻ എന്നോളം നമുക്ക് മാതൃകയാക്കാം, ഒരു ഉസ്താദ് എന്നോളം, ഒരു കമ്മിറ്റി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഏറ്റവും അടിസ്ഥാനമായിട്ട് ഒരു മനുഷ്യൻ എന്നോളം ഏത് മേഖലയിലാണ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കാത്തത്? പറഞ്ഞുതരാൻ പറ്റും നിങ്ങൾക്ക് അല്ലെ? നമ്മൾ എത്ര ദുആ ഇരുന്നിട്ട് കിട്ടുന്നില്ല, എത്ര അങ്ങോട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന മനുഷ്യ ആരായിരുന്നു റസൂലുള്ളാഹി? ഉപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയായിരുന്നില്ല റസൂൽ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉമ്മയെ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നില്ല റസൂൽ. നമ്മുടെ നബി അങ്ങനെ ആയിരുന്നില്ലേ? എത്ര കുറച്ച് വിഭവങ്ങൾ കൊണ്ടാണ് ജീവിച്ച് നമ്മളെ കാണിച്ചു തന്നത്. അനാഥനായിരുന്നില്ലേ? ദരിദ്രനായിരുന്നില്ലേ? ആയിരിക്കാൻ പറ്റും ഒരാൾക്ക് ഉമ്മയില്ലാതെ ഉപ്പയില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന്? വെറുതെ ഒന്ന് മനസ്സിനോട് ചോദിക്കും. ആ രണ്ട് ശക്തികൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വെറും എന്താണ്? നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ളത് 6000 വർഷക്കാലമായിട്ട് ആദം നബി ഖബറിലാണ്. 1500 വർഷമായിട്ട് റസൂലുള്ളാഹി ഖബറിലാണ്. 60-70 വർഷക്കാലം മാത്രം ജീവിച്ചിട്ട് നാളെ നമ്മളും ആ ഖബറിലേക്ക് യാത്രയാവേണ്ടവരാ. ഇത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ഇന്ന സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനറാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ അപ്പുറത്ത് അല്ലേ ഒരിക്കലും ഒരു പുഴു ഇങ്ങനെ അരിച്ചു പോവാം. അഹങ്കാരിയായിട്ട് ഞാൻ വലിയവനാന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കോഴി വന്നിട്ട് ആ പുഴുവിനെ കൊത്തി തിന്നാണ് അല്ലേ? അപ്പൊ ആരായി വലിയവൻ? കോഴി വലിയവനായി. ഞാനാണ് ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ പിടിച്ചിട്ട് കോഴീനെ എന്താക്കി? അൽഫാമാക്കി. അപ്പൊ അൽഫാം എന്ന് പറയുമ്പോൾ പെരിപെരിയാണോ, ഹണിയാണോ, ഷവായാണോ നിങ്ങൾ ചിന്തിക്കല്ലേ അല്ലേ? അവിടെ നിന്ന് മനുഷ്യൻ അഹങ്കാരിയാകുമ്പോൾ താഴ്ന്ന സ്വരത്തില് ആ പുഴു സംസാരിക്കുന്നുണ്ട് അല്ലേ? അഹങ്കാരിയായിട്ടുള്ളവരെ, നാളെ നിങ്ങളെ കാത്ത് ആ 6 അടി മണ്ണിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് ഏറ്റവും വലിയ വിജയി ഞാനായിരിക്കും എന്ന് പറയുമ്പോൾ 3 കഷ്ണം തുണിയെ കൊണ്ടുപോകാനുള്ളൂ. റിയാസ് ഒരു ട്രെയിനറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തില്ല, കുറച്ച് നല്ല ക്ലോത്ത് ആയിക്കോട്ടെ, ലിനന്റെ ക്ലോത്ത് ആയിക്കോട്ടെ, എൻ്റെ മയ്യത്ത് തുണി എന്ന് പറയാൻ ഓപ്ഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഏത് വാഹനം ഉണ്ടെങ്കിലും ആ
പള്ളിക്കകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കട്ടിലിരിക്കുന്നുണ്ട്. ആ കട്ടിലെ നമ്മുടെ ഹോളില് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വരാനെന്നുള്ളൂ. പക്ഷെ എനിക്ക് ഈ നബിദിനത്തിൽ പറയാനുള്ള അവസാന ടേക്കവേ, കാലം കഴിഞ്ഞു പോകും, ഇനിയും ഒരുപാട് എന്റർടൈനുകളിൽ വരും, പാട്ട് കേൾക്കും. ശ്രവണപുടത്തിനപ്പുറത്തേക്ക് നമ്മുടെ റസൂലുള്ള കൽബിൽ വരാതെ, നമ്മുടെ അള്ളാഹനെ നമ്മൾ സ്നേഹിക്കാതെ ഈ ദുനിയാവിൽ നിന്നും നമ്മൾ മരിച്ചു പോകാൻ പാടില്ല. ഒന്നും കൊണ്ടുപോകാനില്ല. ആരെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പ് കൊടുക്കണം, വിട്ടുകൊടുക്കണം. ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഈ ഒരു ലോകത്ത് നിന്ന് നല്ലൊരു മനുഷ്യനായിട്ട് മരിക്കാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു ചെറിയ സെഷന് 1-2 മിനിറ്റ് അധികമായിട്ടുണ്ട്, ഞാൻ നിർത്തട്ടെ. വെള്ളലിബാസിൻ പുടവയണിഞ്ഞ് മണവാളൻ ചമയണം, വെള്ളം ചേർത്തതിൽ കർപ്പൂരത്തിൽ അത്തറു പൂശി തന്നിടണം. 6 കാൽ തേരിലേറി തോഴരുമൊത്തെഴുന്നേണം. അധികം മ്യൂസിക്കിലേക്കൊന്നും പോകുന്നില്ല അല്ലേ. ആ കട്ടിൽ പിടിക്കാൻ 6 പേരെങ്കിലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് ദുആ ചെയ്യാൻ, നമ്മളെ സ്നേഹിക്കാൻ അത്തരത്തിലുള്ള 6 പേരെങ്കിലും വേണ്ട, ഒരാളെങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഈ ഒരു റബീൻ്റെ വേദിയിൽ ആ ഒരു മെസ്സേജ് പറഞ്ഞിട്ട് തൽക്കാലത്തേക്ക് ഞാൻ വിട വാങ്ങട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.